ഗവൺമെൻറ് ട്രഷറിയിൽ പണമടയ്ക്കുന്ന ചെല്ലാൻ്റെ പുറകുവശത്തുള്ള ക്യാഷ് ഡിനോമിനേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ആ ഭാഗം എക്സലിൽ ചെയ്തെടുക്കുന്ന എങ്ങനെയെന്ന് കഴിഞ്ഞ ഭാഗത്ത് വിശദീകരിച്ചിരുന്നു. ഇന്ന് അതേ ഫോമാറ്റിൽ തന്നെയാണ് എങ്ങനെയാണ് ഡാറ്റ വാലിഡേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നും അതോടൊപ്പം ഒരു വർക്ക്ഷീറ്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് വിശദീകരിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയാം. നമ്മളൊക്കെ സാധാരണ എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ധാരാളം മിസ്റ്റേക്സ് അല്ലെങ്കിൽ എറേഴ്സ് വരുത്താറുണ്ട്. ഇങ്ങനെയുള്ള എറേഴ്സിനെ പൊതുവെ രണ്ടായി തിരിക്കാം. ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ എറേഴ്സ് എന്നും രണ്ടാമത്തേതിനെ ട്രാൻസ്പോസിഷൻ എറേഴ്സ് എന്നും പറയും. ഇതിൽ ഒന്നാമത്തേതായ ട്രാൻസ്ക്രിപ്ഷൻ എറർ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മാത്രം എൻ്റർ ചെയ്യേണ്ട ഒരു ഭാഗത്ത് ന്യൂമറിക് നമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കീ അറിയാതെ എൻ്റർ ചെയ്തു പോകുന്നതാണ്. ഈ രീതിയിലുള്ള മിസ്റ്റേക്സ് എല്ലാവരും വരുത്തുന്നതാണ്. ഇനി രണ്ടാമത്തെ ട്രാൻസ്പോസിഷൻ എറേഴ്സ് എന്ന് പറയുന്നത് അതായത് ഒരു കീയുടെ പൊസിഷൻ മാറി ടൈപ്പ് ചെയ്യുന്നതിനെയാണ്. അത് മിക്കവാറും ന്യൂമറിക് നമ്പേഴ്സിലാണ് ഈ രീതിയിലുള്ള മിസ്റ്റേക്ക് വരുന്നത്. ഉദാഹരണമായി 1923 എന്ന് ടൈപ്പ് ചെയ്യേണ്ട ഭാഗത്ത് 1932 അതായത് 23 മാറി 32 എന്ന് ടൈപ്പ് ചെയ്തു പോകാം. സ്പീഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാകുന്നത്. ഇനി മൂന്നാമത് വേണമെങ്കിൽ ഒരു കാറ്റഗറി കൂടെ പറയാം, ലോജിക്കൽ എറേഴ്സ് എന്ന് പറയും. അതായത് ഉദാഹരണമായി ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന അവസരത്തിൽ ഇയർ എൻ്റർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്തില്ലെങ്കിൽ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു കമ്പനിയിലെ എംപ്ലോയിയുടെ ഡേറ്റ് ഓഫ് ജോയിൻ എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് എൻ്റർ ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റിനേക്കാൾ കൂടിയ ഒരു ഡേറ്റ് എൻട്രി ആകാനൊക്കെ സാധ്യതയുണ്ട്. എക്സലിൽ ഡേറ്റ് ഫോമാറ്റ് കറക്റ്റ് ആണെങ്കിൽ ഏത് ഡേറ്റും കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എക്സലിൽ നമുക്ക് ഒരു ഡേറ്റ എൻ്റർ ചെയ്യേണ്ട ഡേറ്റ് ഫീൽഡിൻ്റെ നേച്ചർ അനുസരിച്ച് കുറേ റെസ്ട്രിക്ഷൻസ് കൊടുക്കാൻ സാധിക്കും. ഇതിനെയാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇപ്രകാരം ചെയ്യുമ്പോൾ കഴിയുന്നതും ഡേറ്റ എൻട്രിയിൽ മിസ്റ്റേക്സ് കടന്നുകൂടാതെ നോക്കാൻ സാധിക്കും. ഇനി ഷീറ്റിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. നമ്മൾ ഒരു വർക്ക്ഷീറ്റിൽ പലതരത്തിലുള്ള ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ ഷീറ്റിലാണ് ഡേറ്റ എൻ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ കൈ അറിയാതെ ഡിലീറ്റ് കീയിൽ പ്രസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോർമുല കൊടുത്തിരുന്ന ഒരു ഫീൽഡിലെ കണ്ടന്റ് ഡിലീറ്റ് ആയി പോയെന്നും കരുതുക. ഒരുപക്ഷെ എക്സൽ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് അവിടെ നഷ്ടപ്പെട്ട ആ ഫോർമുല തിരിച്ച് എൻ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ എക്സൽ പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഡേറ്റ എൻ്റർ ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എക്സൽ പഠിച്ച ഒരാളുടെ സഹായം വേണ്ടി വരും. ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിലേക്കായി എക്സലിൽ ഡേറ്റ ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് ഡേറ്റ എൻ്റർ ചെയ്യേണ്ട ഭാഗങ്ങളിൽ മാത്രം ആക്സസ് കൊടുക്കുകയും ആ വർക്ക്ഷീറ്റിൻ്റെ മറ്റു ഭാഗങ്ങൾ പാസ്വേഡ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഡേറ്റ എൻ്റർ ചെയ്യേണ്ട ഭാഗങ്ങളിൽ മാത്രമേ ആക്സസ് ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല അവിടെ എൻ്റർ ചെയ്യുന്ന ഡേറ്റയ്ക്ക് വേണ്ട വിധത്തിൽ ഡേറ്റ വാലിഡേഷൻ റൂൾസ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റയിൽ ഒട്ടും തന്നെ മിസ്റ്റേക്ക് വരാതെ ഡേറ്റ എൻ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതാണ് വർക്ക്ഷീറ്റ് പാർഷ്യലായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം. ഈ കാര്യങ്ങൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കുന്നതിന് ഈ വീഡിയോ തുടർന്ന് കാണാം. ഇനി നമുക്ക് ഇതിൽ ഡാറ്റ വാലിഡേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ മറന്നുപോയി. കാരണം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇവിടെ ഞാൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഇവിടെ 1 എന്ന് വരുന്നു. കാരണം ഇവിടെ C9 ആണ് റെഫർ ചെയ്യുന്നത്. ഇവിടെ F2 പ്രസ് ചെയ്താൽ അത് I9 ആണ്. എൻട്രി ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ വെറുതെ 000 എന്ന് കാണിക്കും. അതൊരു അഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇവിടെ ഒന്നും പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ 0യ്ക്ക് പകരം ബ്ലാങ്ക് കാണിക്കണം. ഇതിപ്പോൾ ഇവിടെ ഒന്നും ഒരു വാല്യൂവും ഇല്ല. അപ്പോൾ ആ സമയത്ത് ഇവിടെ എല്ലാം 0 വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഫോമുല ഒന്ന് മാറ്റി കൊടുക്കാം. ഈക്വൽ ടു കൊടുത്തിട്ട് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്ത് ഈ C9 കൊണ്ടുവന്നു. C9 ഈക്വൽ ടു 0 ആണെങ്കിൽ കോമ എന്ത് ചെയ്യണം, അവിടെ ഒരു ബ്ലാങ്ക് നള്ള് പ്രിൻറ്റ് ചെയ്യണം. അതായത് അവിടെ ഒന്നും പ്രിൻറ്റ് ചെയ്യണ്ട, വെറുതെ ഒരു ബ്ലാങ്ക് സ്പേസ് പ്രിൻറ്റ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ C9 തന്നെ C9 കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ മീനിങ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇഫ് C9 എന്ന് പറയുന്ന ഈ C9 കണ്ടൻറ്റ് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ പ്രിൻറ്റ് ചെയ്യുക. C9 ഇല്ലെങ്കിൽ അവിടെ ഒരു ബ്ലാങ്ക് പ്രിൻറ്റ് ചെയ്യുക എന്നാണ്. അതായത് C9 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഞാനിവിടെ എൻ്റർ പ്രസ് ചെയ്തപ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് വന്നു. ഈ ഫോമിൽ തന്നെ താഴേക്ക് കോപ്പി ചെയ്യാം. Ctrl+C കൊടുത്തിട്ട് Alt+ESF കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോമുല കോപ്പിയായി. ഇവിടെ പ്രശ്നമില്ല, കാരണം ഇവിടെ റെഫർ ചെയ്യുന്ന സെല്ലെന്ന് പറയുന്നത് F2 പ്രസ് ചെയ്താൽ ഈ സെല്ല് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാം 0 മാറി കിട്ടി.
അപ്പോൾ ഞാൻ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 1 എന്ന് വരും. 2 ടൈപ്പ് ചെയ്താൽ 2 വരും, 3 വരും, ഈ രീതിയിൽ വരും. അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്ത് ബ്ലാങ്ക് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫോമുല യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഡാറ്റ വാലിഡേഷൻ കൊടുക്കാം. ഇത്രയും ഭാഗത്ത് എപ്പോഴും നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഹോൾ നമ്പർ ആയിരിക്കും. അതായത് 2000-ൻ്റെ നോട്ട് 1.5 ഒന്നും ഒരിക്കലും എൻ്റർ ചെയ്യില്ല. ഇപ്പോൾ ഇത് 1.5 കൊടുത്താലും ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. ഇവിടെ 0 എന്നും കൊടുക്കേണ്ട കാര്യമില്ല. 1 എന്നോ 2 അങ്ങനെ ഹോൾ നമ്പർ. നമുക്കിപ്പോൾ തൽക്കാലം ഇവിടെ 1 മുതൽ 99 വരെ ഒരു റേഞ്ച് കൊടുക്കാം. അങ്ങനെ വാലിഡേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വാലിഡേറ്റ് ചെയ്യേണ്ട ഭാഗത്ത് മാത്രം ഷിഫ്റ്റ് ഡൗൺ ആരോ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്തു. അതിനുശേഷം വാലിഡേഷന് വേണ്ടിയുള്ള ഒരു കമാൻഡ് എന്ന് പറയുന്നത് Alt+AVV അല്ലെങ്കിൽ Alt+DL കൊടുത്താലും മതി. Alt+DL കൊടുക്കുമ്പോൾ ഇവിടെ ചോദിക്കുന്നത് വാലിഡേഷൻ ക്രൈറ്റീരിയ അലോ എനി വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഏത് വാല്യൂ കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യും. അതിനെ മാറ്റിയിട്ട് നമുക്കിവിടെ ഹോൾ നമ്പർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഡെസിമൽ ഒന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബിറ്റ്വീൻ ഉണ്ട്, നോട്ട് ബിറ്റ്വീൻ, ഈക്വൽ ടു, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ തന്നെ ഹോൾ നമ്പർ, ഡെസിമൽ, ലിസ്റ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇനി അതിൻ്റെ എക്സാമ്പിൾ വരുമ്പോൾ അതെല്ലാം ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഹോൾ നമ്പർ കൊടുത്തിട്ട് ബിറ്റ്വീൻ 1-നും മിനിമം എന്ന് പറയുന്നത് 1 കൊടുത്തു, മാക്സിമം ഒരു 100 വരെ കൊടുക്കാം. ഇത്രയും കൊടുത്തു. ഓക്കെ കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വാലിഡേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1.5 എന്ന് കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു എറർ മെസ്സേജ് കാണും. ദ വാല്യൂ എൻറ്റേർഡ് ഈസ് നോട്ട് വാലിഡ്, യൂസർ ഹാസ് റെസ്ട്രിക്റ്റഡ് വാല്യൂസ് ദാറ്റ് ക്യാൻ ബി എൻറ്റേർഡ് ഇൻ ടു ദിസ് സെൽ. ഇങ്ങനെ കൊടുത്തിട്ട് ക്യാൻസൽ കൊടുത്തിട്ട് ഇവിടെ 1 കൊടുത്താൽ അത് വരും. 99 അക്സെപ്റ്റ് ചെയ്യും. 100 വരെ എടുക്കും. 101 കൊടുത്താൽ അത് എടുക്കില്ല. അതുപോലെ ഇവിടെ വേറെ എന്ത് വാല്യൂ കൊടുത്താലും എടുക്കില്ല. അപ്പോൾ ഈ രീതിയിൽ വാലിഡേഷൻ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. 5 ഇതാണ് വാലിഡേഷൻ. ഞാനിപ്പോൾ ഇത് ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ വാലിഡേഷൻ ഇവിടെയുള്ള വാലിഡേഷനിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ വീണ്ടും Alt+DL കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഇവിടെ കണ്ടോ ഈ ഇഗ്നോർ ബ്ലാങ്ക് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലാങ്ക് കൊടുത്താലും അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാങ്ക് പോലും അക്സെപ്റ്റ് ചെയ്യില്ല. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാങ്ക് കൊടുക്കാൻ എൻ്റർ പ്രസ് ചെയ്യാൻ പറ്റില്ല. ബ്ലാങ്ക് ആയിട്ടൊരു വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. Alt+DL കൊടുത്തു. ഇവിടെ ഇഗ്നോർ ബ്ലാങ്ക് കിടന്നോട്ടെ. ഇനി ഇതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ ഇൻപുട്ട് മെസ്സേജ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ടൈറ്റിൽ, ഇവിടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി പ്ലീസ് എൻ്റർ. ഇതൊന്നും വേണ്ട, വെറുതെ ഞാനൊന്ന് കാണിക്കാൻ. വാല്യൂ ബിറ്റ്വീൻ 1 to 100 ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ എറർ അലേർട്ട് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇവിടെ എന്ത് എറർ കാണിക്കണമെന്നുള്ള ടൈറ്റിൽ എറർ യു ഹാവ് എൻറ്റേർഡ് എ റോങ് വാല്യൂ ഇങ്ങനെ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ ഇവിടെ മെസ്സേജ് കാണിക്കും. ഇതുപോലൊരു മെസ്സേജ് വരും. ഡാറ്റ എൻട്രി പ്ലീസ് എൻ്റർ വാല്യൂ ബിറ്റ്വീൻ 1 and 1000 എന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എറർ ഒരു 101 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത മെസ്സേജ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതൊക്കെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി. വീണ്ടും കൊടുത്ത് Alt+DL കൊടുത്തിട്ട് ഞാനിതെല്ലാം ഇപ്പോൾ റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം റിമൂവായി. ഇത് റിമൂവ് ചെയ്യാം. ഇവിടെ കൊടുത്ത് ഇവിടെ എല്ലാം വാലിഡേഷൻ എല്ലാം മാറ്റി. ഒന്നും കൂടെ കാണിക്കാം. ഇതിനകത്ത് ഹോൾ നമ്പർ കൊടുത്തതിന് ശേഷം ബിറ്റ്വീൻ 1 and 100 കൊടുത്തിട്ട് ഓക്കെ കൊടുത്തെന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേതെങ്കിലും സെല്ലിൽ നിന്നാണ് ഒരു വാല്യൂ ഇവിടെ കോപ്പി ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ വാലിഡേഷൻ അത് ചെക്കിങ് വരുന്നില്ല. അതായത് ഇവിടെ ഞാനിവിടെ 101 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇതിനെ ഞാൻ Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് Alt+ES വാല്യൂ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 101 എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ 101 എടുക്കാൻ പാടില്ല, പക്ഷേ 101 ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ട, വാലിഡേഷൻ റൂൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സെല്ലിൽ പോലും മറ്റൊരു സെല്ലിൽ നിന്ന് കോപ്പി ചെയ്ത് ഒരു ഡാറ്റ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും വാലിഡേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ ഡാറ്റ വാലിഡേഷൻ വന്നതിന് ശേഷം സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ ഇൻവാലിഡ് ഡാറ്റ ഉള്ളത് അതൊക്കെ നമുക്ക് ഇങ്ങനെ സർക്കിൾ ചെയ്ത് കാണിക്കും. ഞാനിപ്പോൾ ഇത് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് കോപ്പി ചെയ്യുന്ന വിചാരിക്കാം. Alt+ES കോപ്പി ചെയ്തു. ഇനി ഞാനിവിടെ സർക്കിൾ ഡാറ്റ വാലിഡേഷൻ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഡാറ്റ ഇൻവാലിഡ് ഡാറ്റയുണ്ടോ അതെല്ലാം സർക്കിൾ ചെയ്ത് കാണാം. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വീണ്ടും വേണമെങ്കിൽ അവിടെ കറക്റ്റ് ചെയ്യാം. 100. അപ്പോൾ ആ രീതിയിൽ കറക്റ്റ് ചെയ്യാം. ഈ ഭാഗത്തൊന്നും ഡാറ്റ വാലിഡേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവിടെ എൻ്റർ ചെയ്യുന്ന വാല്യൂ തന്നെയാണ് ഇപ്പുറത്ത് വരുന്നത്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് റൂളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം കൊടുത്താൽ മതി. ഇനി താഴെ കോയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് ഇതേ വാലിഡേഷൻ കൊടുത്താൽ മതി. Alt+DL കൊടുത്തിട്ട്
അവിടെയും ഹോൾ നമ്പർ എനി വാല്യൂ എന്നുള്ള മാറ്റിയിട്ട് ഹോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബിറ്റ്വീൻ നമുക്ക് എത്രയാണ് പൈസ എന്ന് പറയുന്നത് അതുപോലെ വേണമെങ്കിൽ 1 to 100 എന്ന് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. 1 പൈസ മുതൽ 1 മുതൽ 100 വരെ വേണമെങ്കിൽ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും 75 50 പൈസ 100 ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെയും വാലിഡേഷൻ അപ്ലൈ ചെയ്തു. ഈ രീതിയിൽ വാലിഡേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡാറ്റ വാലിഡേഷനുമായി ബന്ധപ്പെട്ട് കുറേ കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് സമയം കിട്ടുകയാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ അടുത്ത പാർട്ടായിട്ട് പറയാം. കാരണം ഇനി അടുത്ത് ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞിരുന്നത് ഈ വർക്ക്ഷീറ്റ് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളാണ്. വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റ് മാത്രമായിരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ചെല്ലാൻ എന്ന ഈ ഒരു വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആർക്കും ഒന്നും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. അതിന് ഉള്ള ഷോർട്ട് കട്ട് Alt RPS എന്ന് കൊടുത്താൽ മതി. കൊടുത്തിട്ട് ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ABC എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ലോക്ക്ഡ് സെൽ, സെലക്ട് അൺലോക്ക്ഡ് സെൽ, അത് ഞാൻ പിന്നീട് പറയാം. ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഞാൻ ABC എന്ന് കൊടുത്തു. ഇപ്പോൾ ഈ വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ആർക്കും ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും എൻ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലൊരു മെസ്സേജ് കാണിക്കും. ഇത് റീഡ് ഓൺലി ആയി കഴിഞ്ഞു. അതായത് ഈ ഒരു വർക്ക്ഷീറ്റിൽ ഇനി ആർക്കും ഒരു ഡേറ്റയും എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഫോമുല വിസിബിൾ ആണ്. വേണമെങ്കിൽ ഒരു വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഫോമുലയെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. പക്ഷേ അതിന് മുമ്പ് ഈ വർക്ക്ഷീറ്റ് അൺപ്രൊട്ടക്റ്റ് ചെയ്യണം. അൺപ്രൊട്ടക്റ്റ് ചെയ്യാനും അതേ കമാൻഡ് തന്നെ കൊടുത്താൽ മതി. Alt RPS എന്ന് കൊടുക്കുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ പിന്നെ വളരെ പ്രയാസമാണ് തിരിച്ചെടുക്കാനായിട്ട്. ABC എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആയി. ഇനി ഇവിടെ ഫോമുല വിസിബിൾ ആണ് എല്ലാം. ഈ ഒരു വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഫോമുല കൂടി ഹൈഡ് ചെയ്യണമെങ്കിൽ അതിനാദ്യം ചെയ്യേണ്ടതിൽ ചില സെറ്റിങ്സ് ചെയ്യേണ്ടതുണ്ട്. അതിന് Ctrl+A കൊടുക്കുമ്പോൾ എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ആകും. അതിനുശേഷം Ctrl+1 കൊടുത്തു കഴിഞ്ഞാൽ ഫോമാറ്റ് സെൽ എന്ന ഈ ഒരു ടാബ് വരും. അവിടെ നിന്നും പ്രൊട്ടക്ഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് അവിടെ ലോക്ക്ഡ് എന്നും കൊടുത്തിട്ടുണ്ട്, ഹിഡൻ എന്നും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഹിഡനും ലോക്ക്ഡും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എല്ലാ സെൽസും ലോക്ക് ചെയ്യണം, ഹൈഡ് ചെയ്യുകയും വേണം. ഫോമില ഉള്ളതെല്ലാം ഹൈഡ് ചെയ്യുകയും വേണം. അതാണ് അതിൻ്റെ ഓപ്ഷൻ. കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ വർക്ക്ഷീറ്റിലെ എല്ലാ ഏരിയയും ലോക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഹിഡൻ എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് Alt RPS കൊടുത്തു. ഒരു പാസ്വേഡ് കൊടുക്കാം, ABC എന്ന് കൊടുത്തു. പാസ്വേഡ് കൺഫേം ചെയ്യണം, ABC. ഇപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഫുള്ളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എറർ കാണിക്കും, മെസ്സേജ് കാണിക്കും. അതുപോലെ ഈ ഫോമുല ഉണ്ടായിരുന്ന അവിടെ കഴ്സർ കൊണ്ട് വെച്ചപ്പോൾ ഫോമുല ഒന്നും വിസിബിൾ അല്ല. അതായത് ഫോമുലയും ഈ വർക്ക്ഷീറ്റിലുള്ള എവിടെയൊക്കെ എന്തൊക്കെ ഫോമുല ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റുള്ള ആർക്കും കാണാൻ സാധിക്കുകയില്ല. ഈ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരാൾക്ക് പാസ്വേഡ് കൊടുത്ത് അൺപ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ ആ ഫോമുലാസ് വിസിബിൾ ആകുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോമുല ഉള്ള ഭാഗത്തൊക്കെ ആക്സിഡൻ്റായി ഡിലീറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഏരിയ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാൽ, അതായത് നമുക്ക് ഈ ഒരു ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ട ഭാഗം ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി ഒരിടത്തും നമ്മളൊന്നും എൻ്റർ ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു ഭാഗവും ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഡാറ്റ എൻട്രി വേണ്ടത്. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേഷൻ നടക്കും. അതുകൊണ്ട് ഇവിടെ ഒന്നും യൂസർ കഴ്സർ കൊണ്ടുപോയി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു വർക്ക്ഷീറ്റ് പാർഷ്യലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. പാർഷ്യലായിട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം അൺപ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ഇത്രയും ഭാഗം അൺപ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അവിടെ മാത്രമേ നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവുകയുള്ളൂ. ബാക്കി ഭാഗങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് ആദ്യം ഇതിനെ അൺപ്രൊട്ടക്റ്റ് ചെയ്യണം. Alt RPS എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ABC കൊടുത്തു. ഇപ്പോൾ അൺപ്രൊട്ടക്റ്റഡ് ആയി. പാർഷ്യലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് Ctrl+A കൊടുക്കുക. അതിനുശേഷം Ctrl+1 കൊടുത്തതിന് ശേഷം ഇവിടെ 2 ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതായത് ഇത് രണ്ടും ലോക്ക്ഡും ഹിഡനും ആയിരിക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ സെൽസിലും ലോക്ക് ഇട്ടു, അതോടൊപ്പം ഹിഡൻ എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എല്ലാ സെല്ലും ലോക്ക്ഡാണ്, ഹിഡനുമാണ്. അപ്പോൾ ഈ രീതിയിൽ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇതിന് ശേഷം ലോക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗത്താണ് ആക്സസ് വേണ്ടത് ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തു. ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ നിന്ന് ഇത്രയും ഭാഗം മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യാം. ഇനി ഈ ഭാഗത്ത് മാത്രമാണ് പ്രൊട്ടക്ഷൻ വേണ്ടാത്തത്. അതായത് ഈ ഭാഗത്ത് യൂസർക്ക് ആക്സസ് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് വീണ്ടും Ctrl+1 കൊടുത്തു. പ്രൊട്ടക്ഷനിൽ ഇവിടെ വന്നു. അവിടുത്തെ ലോക്ക്ഡും ഹിഡനും റിമൂവ് ചെയ്യുക.
അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതായത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ വർക്ക്ഷീറ്റിൽ എല്ലാ സെൽസിലും ലോക്ക് ഉണ്ട്, ഹിഡൻ എന്നുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സെപ്റ്റ് ഇത്രയും ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് Ctrl 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്ക്ഡും ഹിഡനും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ അൺലോക്ക് ചെയ്യാനുള്ള ഇവിടെ നിന്നുള്ള പൂട്ട് എടുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെയുള്ള ലോക്ക് എടുത്ത് കളഞ്ഞു, ഇവിടെ ലോക്കും അതിനോടുള്ള ഓപ്ഷനും എടുത്ത് റിമൂവ് ചെയ്തു. ഇനി ഈ വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കമാൻഡ് നമുക്കറിയാം. Alt RPS കൊടുത്തിട്ട് ഞാൻ ABC എന്ന് കൊടുത്തു. ABC ഒരു പാസ്വേഡ് വെറുതെ കൊടുത്തു. ഇനി ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഫോമുല കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. 1 2 3. ഇവിടെ എൻട്രി പറ്റില്ല, കാരണം അവിടെ ഫോമിലാണ്, അവിടെ ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെ വേണമെങ്കിലും കൊടുക്കാം. ഇത്രയും ഭാഗത്ത് മാത്രമേ ആക്സസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഇവിടെ പോയി ഒന്നും ഡിലീറ്റ് ആയി പോവുകയില്ല. അതുപോലെ തന്നെ അയാൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക്ഷീറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളതൊന്നും അറിയാൻ സാധിക്കുകയില്ല. ഇവിടെയും വാലിഡേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വാലിഡേഷൻ റൂളെല്ലാം അതുപോലെ തന്നെ വർക്ക് ചെയ്യും. 100 നമ്മൾ നേരത്തെ 1 to 100 ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് 100ൽ കൂടുതലുള്ള ഒരു വാല്യൂ ഇവിടെ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ രീതിയിലാണ് വർക്ക്ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എക്സൽ അറിയില്ലാത്ത ഒരാളെ കൊണ്ടാണ് ഡാറ്റ എൻട്രി ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സേഫായിട്ട് ബാക്കി ഭാഗങ്ങളെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോമുലാസ് ഒന്നും മിസ്പ്ലേസ് ആകാതെ അല്ലെങ്കിൽ മിസ് ചെയ്യാതെ അതിനകത്ത് പ്രോബ്ലംസ് ഒന്നും വരാതെ നോക്കാൻ സാധിക്കും. ഇനി ഈ വാലിഡേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതുകൂടി സമയം കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ അതും കൂടി ഉൾക്കൊള്ളിക്കാം. വാലിഡേഷനിൽ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്താം. ടെക്സ്റ്റ് നമുക്കൊരു വാലിഡേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫീൽഡ്, ഇപ്പോൾ നെയിം ഓഫ് എംപ്ലോയി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിൽ ടെക്സ്റ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവിടെ വാലിഡേഷൻ കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിന് ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തതിന് ശേഷം Alt DL കൊടുത്ത് ഇവിടെ നിന്നും എനി വാല്യൂ എന്നുള്ളത് മാറ്റി കസ്റ്റമിൽ വരിക. വന്നതിന് ശേഷം ഇവിടെ കൊടുക്കേണ്ടത് ഈസ് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ്, ഇതാണ് ആ സെല്ല്, അതായത് B2 കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ ടെക്സ്റ്റ് മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ ന്യൂമറിക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും. സുരേഷ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് മാത്രമേ എടുക്കും. ഈ രീതിയിൽ ഇത് ടെക്സ്റ്റ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു നമ്പർ കൂടെ ഇതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതും ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ന്യൂമറിക്കും ന്യൂമറിക്കും എന്ന് പറയും, ആൽഫബറ്റും ന്യൂമറിക്കും കൂടെ ചേർത്തുള്ളതിനെയും ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് എക്സൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് മാത്രമല്ല, ഈ ഒരു നമ്പർ എൻ്റർ ചെയ്താലും അതുകൂടി അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ നമുക്കിപ്പോൾ 1999 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതേസമയം ഒരു സിംഗിൾ കോട്ട് ഇട്ടിട്ട് 1999 എന്ന് കൊടുത്താലും അവിടെ അക്സെപ്റ്റ് ആവും, ഇവിടെ അക്സെപ്റ്റ് ആവും. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ടെക്സ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മാത്രമായിട്ടാണെങ്കിൽ മാത്രമേ ആ ഒരു ചെക്കിങ് നടക്കുകയുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ക്ലമേഷൻ സിമ്പൽ കാണുന്നത് ക്ലിക്ക് ചെയ്താൽ അറിയാം. ഇവിടെ അതൊരു എററായിട്ട് എക്സലിന് മനസ്സിലായി, അതൊരു ന്യൂമറിക് ടെക്സ്റ്റ് ഫീൽഡിൽ എന്തോ ഒരു ന്യൂമറിക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമ്പർ സ്റ്റോർഡ് ആസ് കൺവേർട്ട് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൺവേർട്ട് ആവും. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ന്യൂമറിക്കാണ്, പക്ഷേ ഈ ഫീൽഡിൽ ഡാറ്റ വാലിഡേഷൻ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലും എക്സൽ ആ വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഡാറ്റ വാലിഡേഷനിൽ വന്നിട്ട് ഡാറ്റ വാലിഡേഷനിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ സർക്കിൾ ചെയ്ത് കാണിക്കും. അങ്ങനെ അവിടെ വീണ്ടും മാനുവലായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ മാത്രമേ വാലിഡേഷൻ കൊടുത്തിട്ടുള്ളൂ. ഈ വാലിഡേഷൻ താഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം സെലക്ട് ചെയ്തിട്ട് ഏതുവരെ വേണം അത്രയും ഭാഗം സെലക്ട് ചെയ്ത് വീണ്ടും അതേ കമാൻഡ് Alt DL കൊടുക്കുമ്പോൾ ഒരു മെസ്സേജ് കാണിക്കും. ദ സെലക്ഷൻ കണ്ടെയ്ൻസ് സം സെൽസ് വിത്തൗട്ട് ഡാറ്റ വാലിഡേഷൻ സെറ്റിംഗ്സ്. ഡു യു വാണ്ട് ടു എക്സ്റ്റെൻഡ് ഡാറ്റ വാലിഡേഷൻ ടു ദീസ് സെൽസ്? അതായത് ഏതോ ഒരു ഭാഗത്ത് ഡാറ്റ വാലിഡേഷൻ്റെ സെറ്റിംഗ്സ് കണ്ടു, നിങ്ങൾ അത് ബാക്കി ഭാഗത്ത് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ് കൊടുത്തു കഴിയുമ്പോൾ ആ ബാക്കി ഭാഗം കൂടെ സെലക്ട് ആയി വരും. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെയും എല്ലാം ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് മാത്രം എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫീൽഡ് കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ എംപ്ലോയി ID കൊടുക്കാം. ID കൊടുത്തിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിക്ക് ഒരു ID മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ വാലിഡേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും. ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ എൻ്റർ ചെയ്യാതിരിക്കാൻ
എന്ത് വാലിഡേഷനാണ് കൊടുക്കേണ്ടത്, അതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് നോക്കാം. അതുപോലെ പിന്നെ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരു വാലിഡേഷൻ ഞാനൊരു കുറച്ച് റൂൾസ് പറയാം, അതും യൂസ്ഫുൾ ആയിരിക്കും. അതിനു മുമ്പ് നമ്മളൊരു ഫംഗ്ഷൻ പഠിക്കണം, കൗണ്ടിഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ പഠിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ റൂള് വാലിഡേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് ആ കൗണ്ടിഫും കൂടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കി വാലിഡേഷൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ടിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ കൗണ്ടിഫ് കൂടെ ഞാൻ എന്താണെന്ന് പറയാം. കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് ഈക്വൽ ടു കൗണ്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് ഇവിടെ നിന്നും ഡോട്ട് പ്രസ് ചെയ്ത് ഇതുവരെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 14 എൻട്രീസ് ഉണ്ട്. 1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 14 എൻട്രീസ്. അതിനാണ് ഫംഗ്ഷൻ കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കും. അതായത് ടോട്ടൽ നമ്പേഴ്സ് 14 പേരുണ്ട്. ഇനി നമുക്കൊരു കണ്ടീഷൻ ഉപയോഗിച്ച് ഞാനൊരു കാര്യം ചെയ്യും. ഇവിടെ ഒരു നമുക്കിപ്പോൾ ഈ ഒരു ഇത്രയും ഡേറ്റയിൽ നിന്നും എന്തെങ്കിലും ഒരു പിരിവ് നടത്തുന്നത് വിചാരിക്കും. ഒരു ഓണാഘോഷത്തിന് ഒരു 100 രൂപ വെച്ച് എല്ലാവരുടെയും കളക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പെയ്ഡ് ഓർ നോട്ട്, പെയ്ഡ് ആണെങ്കിൽ നമുക്ക് യെസ് എന്ന് കൊടുക്കാം. കുറച്ച് പേര് പൈസ കൊടുത്തു, കുറച്ച് പേര് പൈസ കൊടുത്തിട്ടില്ലെന്ന് വിചാരിക്കുക. യെസ്. ഇങ്ങനെ നമ്മുടെ ഒരു ഡാറ്റാബേസ് നമ്മൾ എന്തെങ്കിലും ഒരു കളക്ഷൻ, എന്തെങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ 100 രൂപ വെച്ച് എല്ലാവരുടെയും നിന്ന് പിരിക്കാൻ തീരുമാനിക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അതിനൊരു ട്രാക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയി ഡാറ്റാബേസ് എടുത്ത് അതിൻ്റെ ഒരു അറ്റത്ത് തന്നവരുടെ എല്ലാം വൈ കൊടുത്ത് ബാക്കി നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ നമ്പേഴ്സ് 14 പേരുണ്ട്. അതിൽ എത്ര പേര് പൈസ തന്നു എന്നറിയണമെങ്കിൽ പെയ്ഡ് എത്രയാണ്, പെയ്ഡ് ടോട്ടൽ എത്ര പേര് പേ ചെയ്തു. ഇപ്പോൾ പെയ്ഡ് ഞാൻ ഇപ്പുറത്തെ ഭാഗത്തോട്ട് എഴുതാം. പെയ്ഡ് ടോട്ടൽ പെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്, കൗണ്ടിഫ് എന്ന് പറയും. COUNTIF കൗണ്ടിഫ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആ ഏരിയ സെലക്ട് ചെയ്യണം. എവിടെ മുതൽ ഏത് വരെ നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ഒരു കണ്ടീഷൻ ഉപയോഗിച്ച് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ കൗണ്ട് എന്ന് പറഞ്ഞത് ഒരു കണ്ടീഷനും ഇല്ലാതെ എല്ലാം കൗണ്ട് ചെയ്തെടുക്കുക. ഇവിടെ മുതൽ ഇതുവരെ കൗണ്ട് ചെയ്യണം. പക്ഷേ അതിനൊരു കണ്ടീഷൻ കോമ ഇട്ട് കൊടുക്കാം. കോമ ഇട്ടതിന് ശേഷം ഇവിടെ കോമ കോഡ്സിനകത്ത് പേ ചെയ്തവരെ, അതായത് വൈ വരുന്നവരെ മാത്രം കൗണ്ട് ചെയ്തെടുക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. കൗണ്ടിഫ് L14 L17 എന്ന് പറയുമ്പോൾ L14 എന്ന് പറഞ്ഞാൽ L4 to L17, L4 മുതൽ L17 വരെ ഉള്ള റേഞ്ചിൽ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ വരണം. വൈ വരുന്ന എത്ര പേരുണ്ട്, അതായത് പെയ്ഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട്. ഇവിടെ 7 പേര് പേ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വേണമെങ്കിൽ വീണ്ടും അതുപോലെ കൗണ്ടിഫ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ആ ഏരിയ സെലക്ട് ചെയ്യണം. ഇവിടെ വന്നിട്ട് ഡോട്ട് പ്രസ് ചെയ്ത് അത്രയും ഏരിയ സെലക്ട് ചെയ്തു. അതിനുശേഷം കോമ കൊടുത്തതിന് ശേഷം നേരത്തെ വൈ ആണ് കൊടുത്തത്, ഇവിടെ എൻ കൊടുക്കാം. ഇനി എത്ര പേര് പേ ചെയ്യാനുണ്ട്? 7 പേര്. അതായത് 7 പേര് പേ ചെയ്തു, 7 പേരിന് പേ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഇവിടെ ഒരാൾ കൂടെ പേ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 6 ആയി. വീണ്ടും ഇവിടെ വൈ കൊടുത്തു, ഇവിടെയും വൈ കൊടുത്തു. ഇപ്പോൾ 9 പേര് പേ ചെയ്ത് കഴിഞ്ഞു. ഇവിടെയും കൊടുത്തു കഴിഞ്ഞപ്പോൾ 10 പേര് പേ ചെയ്തു. ഇനി 4 പേരുണ്ട്. ഇവിടെ കൊടുത്തപ്പോൾ 11 പേര് പേ ചെയ്തു, 12 പേര് പേ ചെയ്തു, 13 പേര് പേ ചെയ്തു. ഇനി ഒരാൾ മാത്രമേ പേ ചെയ്യാനായിട്ടുള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ ഒരു കൗണ്ടിഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് കൗണ്ടിഫ്. ഈ കൗണ്ടിഫിൻ്റെ ഒരു ഉപയോഗമാണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കൗണ്ടിഫ് ഉപയോഗിച്ച് ചെയ്യാവുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ ഇവിടെ വേണമെങ്കിൽ കാണിക്കാം. കൗണ്ടിഫ് ഒരു 27,000-ൽ കുറവ് സാലറി ഉള്ളവരുടെ ലിസ്റ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ കൗണ്ടിഫ് ഇവിടെ നിന്നും ഏരിയ പറഞ്ഞു കൊടുക്കണം. ഇവിടെ മുതൽ ഇതുവരെയാണ്. അവിടെ പറഞ്ഞിട്ട് കണ്ടീഷൻ പറയുന്ന എപ്പോഴും കോഡ്സിനകത്ത് പറയണം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ലെസ് ദാൻ 27,000 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 27,000-ൽ കുറവ് സാലറി ഉള്ള എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. 27,000-ൽ കുറവുള്ള ഇവിടെ 27,060 ഉണ്ട്, ഇവിടെ 25, ഈ ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്താം. 27,500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ താഴെയുള്ള 2 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ കൗണ്ടിഫ് ഉപയോഗിച്ചിട്ട് എവിടെ ഏതൊക്കെ സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട അവസരങ്ങളിൽ ഈ കൗണ്ടിഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. കൗണ്ടിഫ് കൂടെ ചേർത്തിട്ടാണ് ആ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് വാലിഡേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഞാൻ അടുത്ത പാർട്ടിൽ പറയാം, കാരണം ഇതിൽ ഈ ഒരു പാർട്ടിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൗണ്ട് ഇന്ന് മനസ്സിലാക്കിയത് കൗണ്ട് എന്നൊരു ഫംഗ്ഷൻ പറഞ്ഞു. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ് എത്ര. കൗണ്ടിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്, പക്ഷേ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവർ എത്ര, അതാണ് അതിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും അടുത്ത പാർട്ടിൽ ഈ വാലിഡേഷൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പറഞ്ഞതിന് ശേഷം ചെല്ലാൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നത് വരെ കാത്തിരിക്കുക.